അപ്പൊ പറഞ്ഞു ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു തോട്ടത്തിലെ അരുവിന്റെ ഒരു കിണറാണെന്നും ഹദീസിലുണ്ട്. അതിലേക്ക് കാലിട്ട് ഒരൽപ്പം വെള്ളത്തിലേക്ക് കാല് വെച്ച് തങ്ങൾ വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ചില പ്രത്യേക അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. നബിയെ സിദ്ദീഖ് എന്നവർ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? കടത്തിവിട്ടേക്ക് വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു, നബിയെ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്, വബശ്ശിർഹു ബിൽ ജന്ന, കടത്തിവിട്ടേക്കും സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. എന്താണതൊക്കെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു, വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബലിയത്തിൻ തുസീബുഹു, ഒരു പ്രയാസം വരാൻ പോകുന്നുണ്ട് അവർക്ക്, പക്ഷേ അല്ലാഹു അതിന്റെ പിറകെ അവർക്ക് സ്വർഗം കൊടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞേക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും നിഷ്ഠൂരമായി വധിക്കപ്പെട്ട അവസ്ഥയിലാണ് വഫാത്താകുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയല്ലേ, നബി തങ്ങളത് പറയാണ്, ഫീ ബലിയത്തിൻ തുസീബു, വലിയൊരു പ്രയാസം വരാനുണ്ട് അവർക്ക്, പക്ഷേ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തേക്കിന്. അലി റളിയല്ലാഹു അൻഹു വന്നു. 4 പേരിങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ ഹബീബ് ഏറ്റവും അടുത്ത കൂട്ടുകാർ, അവരോട് ചില വിഷയങ്ങളൊക്കെ അങ്ങനെ പറയില്ല. അടുത്ത ആൾക്കാരാകുമ്പോ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ സിദ്ദീഖ്, യാ സിദ്ദീഖ്, നമുക്ക് ഉപകാരം ചെയ്തു തന്ന എത്രയോ ആളുകൾ, അവർക്കൊക്കെ തിരിച്ചു നാം ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരം ലാ യുകാഫിഉക ബിഹാ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാർക്കും നിങ്ങൾ ചെയ്തതിന് പകരം തരാൻ കഴിയില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, തആല യാ ഉമർ, ഉമറേ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ അടുത്ത് വന്നിരുന്നു. എന്താണ് ആ രംഗമൊക്കെ അല്ലേ? സിദ്ദീഖ് തങ്ങൾ നബി തങ്ങൾ 2 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. യാ ഉമർ കുൻത ശദീദൻ അലൈനാ, ഉമറേ നിങ്ങൾ നമ്മളോട് വല്ലാതെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. എന്താണ്? അന്ന് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുന്നത്? അന്ന് കൊല്ലാൻ വേണ്ടി പോകുമ്പോഴല്ലേ? ചരിത്രങ്ങൾക്കറിയാം. കുൻത ശദീദൻ അലൈനാ ഫമന്നല്ലാഹു അലൈക ബിൽ ഹിദായഹ, നിങ്ങൾ നമ്മളോട് വല്ലാതെ ദേഷ്യമുള്ള ആളായിരുന്നല്ലേ ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്ന് അനുഗ്രഹിച്ചില്ലേ ഉമറേ? അടുത്ത് വന്നിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിരുന്നു. ഉസ്മാൻ, എന്റെ 2 മക്കളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, റുഖയ്യയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമാ. 2 പേരും മരിച്ചു, 2 പേരും വഫാത്തായി. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ വർത്താനം ഉണ്ടായിരുന്നു, അള്ളാന്റെ റസൂലിന്റെ 2 കുട്ടികളെ കെട്ടിച്ചെടുത്തിട്ട് 2 ആളും മരിച്ചല്ലേ. ആൾക്കാരിങ്ങനെ പറയില്ലേ, പിന്നെ ആരെയും കെട്ടിച്ചെടുക്കുമോ അവർക്ക്? സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കുകളൊക്കെ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരുന്നു. ഇത് തങ്ങൾക്കറിയാം. യാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ, എന്റെ റുഖയ്യ ഉമ്മു കുൽസൂമിനെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു. വലൗ കാനത് ലീ ബിൻതുൻ, എനിക്ക് വേറെ ഒരു മോളുണ്ടായിരുന്നുവെങ്കിൽ മാ സവ്വജഹാ ഇല്ലാ ഇയ്യാക്, എന്റെ ആ മോളെയും നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരുമായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തർക്കും ആ സന്തോഷം കിട്ടുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലി, യാ അലി, അല്ലയോ അലി എന്നവരെ, എന്റെ മോൾ ഫാത്തിമാക്ക് നിങ്ങളാണ് യോജിച്ച പുതയാപ്പിളയെന്ന് അല്ലാഹുവാണ് എന്നെ അറിയിച്ചത്. അലിയെ, ലൗലം തുഖ്ലഖ്, നിങ്ങളെ അല്ലാഹു പടച്ചില്ലായിരുന്നുവെങ്കിൽ മാ വജത്തു കുഫ്അൻ ലിബിൻതി, എന്റെ മോൾക്ക് യോജിച്ചൊരു പുതയാപ്പിളയെ എനിക്ക് കിട്ടില്ലായിരുന്നു അലിയെ. യാ അല്ലാഹ് ഒക്കെ പറഞ്ഞിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന 2 പേർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, ഇങ്ങനെയാണ് നമ്മൾ 3 പേരും സ്വർഗ്ഗത്തിൽ കടക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കടക്കുന്നത്, എല്ലാവരും സ്വർഗ്ഗത്തിലാ. സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളിൽ തോൾ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെയാ സ്വർഗ്ഗത്തേക്ക് പോയി കടക്കുക. ആ കടത്തം റൗദയിൽ കിടക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് തങ്ങളും. ഇതൊക്കെ ഭയങ്കര ദീർഘദൃഷ്ടിയല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് കെഞ്ചി ചോദിച്ചതാ, എനിക്ക് കുറച്ച് സ്ഥലം തരുമോ അവിടെ കിടക്കാൻ, ഞാൻ മരിച്ച എന്നെ അവിടെ മറവ് ചെയ്യണട്ടോ എന്റെ ഹബീബിന്റെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കിടക്കുന്ന റൗദയാണ്. യാ അല്ലാഹ്, കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൗദയുടെ ചുറ്റും. കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് വലിയ താബിഈങ്ങളിലെ പ്രമുഖന്മാർ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കം 100ഓളം സ്വഹാബികൾ ജീവിച്ചിരിപ്പുള്ള കാലമാണിത്. താബിഈങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇല്ല.
ഉഹദിലെ സംഭവം നടക്കുമ്പോൾ 100ഓളം സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഈ സംഭവത്തിൽ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അഫ്ദലു താബിഈൻ, താബിഈങ്ങളിലെ വളരെ പ്രധാനിയായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ആണ് അവിടെ മദീനയിൽ വന്നിട്ടുള്ളത്. മറ്റു താബിഈങ്ങളെ ബാക്കിയുള്ളൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലല്ലേ. കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ കുഴിയിൽ കാണുന്നു രക്തം, ചോര കാണുന്നു. കുഴിച്ചുകൊണ്ടിരിക്കുക, മൺവെട്ടി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കളച്ചിരിക്കുകയാണ്. ചോര വന്നു, ഉടനെ തന്നെ ജോലി നിർത്തിവെച്ചു. യാ അല്ലാഹ്, റൗദ ഷരീഫിൽ കുഴിച്ചപ്പോ ചോര കാണുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണം? അങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർ അവിടത്തേക്ക് വന്നു. ബഹുമാനപ്പെട്ടവർ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ മണ്ണിങ്ങനെ മാന്തി നോക്കിയിട്ട് കാലിങ്ങനെ നോക്കുമ്പോ ഒരാളുടെ കാലാണ് കാണുന്നത്. യാ അല്ലാഹ്, ആ കാല് തിൽക റിജ്ലു ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണെന്ന് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ സാക്ഷി പറഞ്ഞു. എന്താ സംഭവിച്ചത്? കുത്തിയ കൂട്ടത്തിൽ അറിയാതെ മൺവെട്ടി തട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, തട്ടിയതും ചോര വന്നു. എപ്പോ? എത്ര കൊല്ലങ്ങൾക്ക് ശേഷം? 10, 70, 80 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. സുബ്ഹാനല്ലാഹ്. ആരുടെ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിലാണോ മരിച്ചത്? അല്ല. ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലാണോ മരിച്ചത്? അല്ല. സുബഹിക്ക് ഇമാം നിൽക്കുമ്പോ ശത്രു വന്ന് കുത്തിയതാണ്. യുദ്ധത്തിലല്ല മരിച്ചത്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എന്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്, പക്ഷേ എന്റെ സമൂഹത്തിലെ അധിക ശുഹദാക്കളും വിരിപ്പിൽ കിടന്ന് മരിക്കുന്ന ആളുകളാണ്. അധിക ആൾക്കാരും വിരിപ്പിൽ കിടന്ന മരിക്കുക, യുദ്ധത്തിൽ മരിക്കുന്നവർ കുറച്ചുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്തിരുന്ന ഒരു ദുആയുണ്ട്. എന്താണ് ദുആ? വിചിത്രമായ ദുആയാണ്. അങ്ങനെ ചരിത്രത്തിൽ വേറെ ആരും ദുആ ചെയ്തിട്ടില്ല എന്നാണ്. അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, പടച്ചവനെ നിന്റെ നബിയുടെ നാട്ടിൽ മരിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണം. അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ, എനിക്ക് രക്തസാക്ഷിത്വം തരണം. ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, പടച്ചവനെ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് ഷഹീദാവണം.